കൺവേർട്ടബിൾ ലിവിംഗ് ആൻഡ് ഡൈനിങ് റൂം എങ്ങനെ അറേഞ്ച് ചെയ്യാം? ഇവിടെ ആർഭാടത്തിനല്ല, ആവശ്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫർണിച്ചർ അറേഞ്ച് ചെയ്യുമ്പോൾ ട്രാഫിക് കട്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ചില സമയങ്ങളിൽ ഡൈനിങ് റൂമായും ചിലപ്പോൾ ലിവിംഗ് റൂമായുമാണ് നമ്മൾ ഈ റൂം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾ, അതായത് സോഫ, സ്ട്രെയിറ്റ് ലൈൻ സോഫാസ് യൂസ് ചെയ്യുക, ഫോൾഡബിൾ ഡൈനിങ് ടേബിൾ അല്ലെങ്കിൽ മർഫി ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യുക. ഇനി ചെയറുകൾ, ഡൈനിങ് ചെയറുകൾ കൺസീൽഡ് ആയിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ എത്രയും നല്ലത്. അതുപോലെ തന്നെ ഇല്ല എങ്കിൽ ഓട്ടോമൻ ചെയർ അല്ലെങ്കിൽ സ്റ്റൂള്, ഇതെല്ലാമാണ് ഏറ്റവും നല്ലത്. മൾട്ടി ഫങ്ഷണൽ സെൻറ്റർ ടേബിൾ ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ്. അത് പല സമയത്ത് നമുക്ക് സെൻറ്റർ ടേബിളായിട്ടും ഡൈനിങ് ടേബിളായിട്ടും യൂസ് ചെയ്യാം. ഇനി സിംഗിൾ കളർ ടോൺ പെയിൻറ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈറ്റിങ്ങിലാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ആ റൂമിൻ്റെ ഏത് ആ സ്പേസ് ഏത് രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ലൈറ്റിംഗ് അറേഞ്ച് ചെയ്യുക. ഇനി ഒരു വാഷ് ഏരിയ അവിടെ ഉണ്ടെങ്കിൽ അത് ഡിവൈഡർ ഉപയോഗിച്ച് ഹൈഡ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. താങ്ക്